ഭാഗം നമ്മളായിട്ട് ആരെങ്കിലും ശിക്ഷിക്കാൻ പോകുന്നുണ്ടോ? നമുക്ക് നോക്കാവുന്നത്, ആരംഭിക്കാവുന്നത് എവിടെയാണ്? നമ്മളുടെ ആക്ടിവിറ്റീസ് അല്ലേ നമുക്ക് ആരംഭിക്കാൻ പറ്റുന്നത്. നമുക്ക് ഈ പറയുന്ന സൊസൈറ്റി അവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് പ്രവർത്തിക്കട്ടെ. പക്ഷെ നമ്മൾ എവിടെയാണ് ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നത്? എവിടെയാണ്? നമ്മളിൽ എന്ത് സ്വാതന്ത്ര്യമുണ്ട്? നമ്മളുടെ സ്വാതന്ത്ര്യം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു? അതനുസരിച്ചല്ലേ കാര്യങ്ങൾ പോകത്തുള്ളൂ. നമ്മളുടെ സ്വാതന്ത്ര്യം എന്താണ്? അത് നമ്മളുടെ സ്വാതന്ത്ര്യം എന്താണ്? നമ്മളിലുണ്ടാകുന്ന മാറ്റമാണ് നമ്മുടെ സ്വാതന്ത്ര്യം. എന്താണ് നമ്മുടെ സ്വാതന്ത്ര്യം? നമ്മളിലുണ്ടാകുന്ന മാറ്റത്തെ വിലയിരുത്തുമ്പോൾ നമുക്കവിടെ കൃത്യമായിട്ട് സ്വാതന്ത്ര്യം എന്താണെന്നറിയാം. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു മാറ്റം നമ്മളിലുണ്ടായി എന്നുവെച്ചാൽ പക്വതയില്ല, അവിടെ പ്രശ്നമായില്ലേ? നമ്മളിലുണ്ടാകുന്ന മാറ്റത്തെ നമുക്ക് വിലയിരുത്താൻ പറ്റുന്നില്ല. അത് എന്തുകൊണ്ട് സംഭവിച്ചെന്ന് അറിയാത്തൊരു വ്യക്തി പ്രായപൂർത്തിയായിട്ടില്ല. ആ വ്യക്തി പ്രായപൂർത്തിയായിട്ടില്ല. ആ വ്യക്തി എങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയാൽ എങ്ങനെ ശരിയാവും? ആ വ്യക്തി സമൂഹത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ, പബ്ലിക് പ്ലാറ്റ്ഫോമിലോട്ട് വന്നു കഴിഞ്ഞാൽ അടിയും വഴക്കും അല്ലാണ്ട് പിന്നെ എന്തുണ്ടാവും? ഒരു വ്യക്തിയുമായിട്ട് പോലും സഹകരിക്കാൻ പറ്റാത്ത ഒരാൾ, ആ വ്യക്തി വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പാടില്ല. വീട്ടിലുള്ള അംഗങ്ങളുമായിട്ട് സഹകരിക്കാൻ പറ്റാത്ത ഒരാൾ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? ആ പ്രശ്നമാണ് നമുക്കിന്ന് സമൂഹത്തിൽ കാണാവുന്നത്. അതെല്ലായിടത്തും കാണാം. രാഷ്ട്രീയത്തിലും കാണാം. രാഷ്ട്രീയത്തിൽ കള്ളത്തരവും വഞ്ചനയും ചതിയും ചെയ്യുന്ന ആൾക്കാർ വീട്ടിലത് തന്നെയാണ് ചെയ്യുന്നത്. വീട്ടിൽ ഇത് ഒഴിവാക്കിയിട്ടില്ല. വീട്ടിലുള്ള അംഗങ്ങളുമായിട്ട് മനോഹരമായിട്ട് സഹകരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ പുറത്തു വന്നാലും അങ്ങനെ തന്നെയല്ലേ ഉള്ളൂ. അതേ ചെയ്യത്തുള്ളൂ. വീട്ടിലുള്ള അംഗങ്ങളുമായിട്ട് സഹകരിക്കുന്ന വ്യക്തി എവിടെ വന്നാലും ആ സഹകരണം തന്നെയാണ്. അപ്പോൾ പുറത്തു വന്ന് വഴക്കും അടിയും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ വീട്ടിലും ഇത് തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. അല്ലാണ്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് മാത്രം വഴക്കുണ്ടാക്കുന്ന ഒരാളുണ്ടാകത്തില്ല. ഒരു വ്യക്തിയിൽ ഐക്യം കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഐക്യം ആ വ്യക്തി കാത്തു സൂക്ഷിക്കും. അത് നഷ്ടപ്പെടുത്തത്തില്ല. കാരണം അത് ആ വ്യക്തി നിധി പോലെ കാത്തു സൂക്ഷിക്കും. ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ സാധ്യത അവിടെയാണ്. അതിൻ്റെ മറ്റവൻ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ വൃത്തികെട്ടവനാകും, ഇല്ല, അങ്ങനെ ആകത്തില്ല. വൃത്തിയുള്ളവൻ എന്നും അവൻ്റെ വൃത്തി കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോകും. അതവൻ്റെ ഉത്തരവാദിത്തമാണ്. കാരണം അതവൻ്റെ ജീവിതമാണ്. അവനവൻ്റെ തെളിച്ചത്തെ മറ്റൊരുത്തിന് തെളിച്ചമില്ലെന്നും പറഞ്ഞ് ആരെങ്കിലും കളയുമോ? മറ്റൊരുത്തിന് തെളിച്ചമില്ലെന്നും പറഞ്ഞ് നമ്മുടെ തെളിച്ചം നമ്മൾ കളയുമോ? ഇല്ല, കളയത്തില്ല. തെളിച്ചം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ തെളിച്ചം നമ്മൾ സുതാര്യമായിട്ട് കൊണ്ടുപോകും. കാരണം അതിൻ്റെ മൂല്യം അവനവന് മാത്രമേ അറിയത്തുള്ളൂ. ഇപ്പം തെളിച്ചം കിട്ടാത്തവർ കുറേ ആൾക്കാർ വന്നിട്ട് അവർ സമൂഹമാണ്, അവർ പറഞ്ഞോട്ടെ, നമുക്കെന്താ? അവരൊരു അടിയ വഴക്ക ബഹളവ എന്ത് വേണേലും ഉണ്ടാക്കട്ടെ. തെളിച്ചമില്ലാത്ത ആൾക്കാർക്ക് കൂട്ടായ്മ ഒരിക്കലും സാധ്യമല്ല. അവിടെ എന്നും പ്രതിസന്ധികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. വലിയ ഓർഗനൈസേഷനായിരിക്കും, പക്ഷെ വലിയ പ്രശ്നങ്ങളും ഉണ്ടാകും. എത്ര വലുതായിക്കോട്ടെ, പക്ഷെ അത്രയും വലിയ പ്രശ്നവും അതിനകത്തുണ്ടാവും. അത് വേറെ ഒന്നുമില്ല, സത്യസന്ധത ഹൃദയത്തിൽ നിന്നാണ്. എത്രത്തോളം ചെറുതായിട്ട് ഉള്ള അവസ്ഥയെ കൃത്യമായിട്ട് അനുഭവിക്കാൻ പറ്റുന്നു, എത്രത്തോളം സൂക്ഷ്മമായിട്ടുള്ള അനുഭവത്തിൽ നിന്ന് തുടങ്ങുന്നു, അത്രയും നിലനിൽക്കുന്ന ഭാഗം ഉണ്ടാവും. അതാണ് എത്രത്തോളം സൂക്ഷ്മത്തിൽ നിന്ന്. വ്യക്തിത്വ ബോധം സൂക്ഷ്മത്തിൽ നിന്നാണ്, അല്ലാണ്ട് സ്ഥൂലത്തിൽ നിന്നല്ല. അവിടെ കിട്ടത്തുള്ളൂ വ്യക്തിയുടെ ഐശ്വര്യവും അഭിവൃദ്ധിയും ആശ്വാസവും ജീവിതവും, അല്ലാണ്ട് വേറൊരു ഭാഗമില്ല. ശരീരം പ്രവർത്തിക്കുന്നു, ശരീരത്തിൻ്റെ പ്രവർത്തനത്തിൽ ഇടപെടാൻ പറ്റുന്നില്ലെങ്കിൽ, സ്വന്തം ശരീരത്തിൻ്റെ പ്രവർത്തനത്തിൽ ഇടപെടാൻ പറ്റാത്തവൻ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ടിട്ട് എന്ത് ചെയ്യാനാ? അവനവൻ്റെ ശരീരത്തിൽ സസൂക്ഷ്മം ഉണ്ടാകുന്ന മാറ്റത്തെ കൃത്യമായിട്ട് വിലയിരുത്തുന്നവൻ അവനെ അനുഭവിക്കാൻ പറ്റത്തുള്ളൂ, അവനെ ജീവിക്കാൻ പറ്റത്തുള്ളൂ.
അതിൻ്റെ പരമ്പരാഗതമായിട്ട് നമ്മുടെ പൂർവികരെല്ലാം അത് ചെയ്തിരുന്നു ഇത് ചെയ്തിരുന്നു, ഒരു കാര്യമില്ല. ഒരു കാര്യമില്ല. എൻ്റെ മാതാപിതാക്കൾ ക്രിസ്ത്യാനിയായിരുന്നു. അതുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ എങ്ങും ക്രിസ്ത്യാനി എന്ന് പറയുന്നൊരു ഭാഗമില്ല. അപ്പോൾ സത്യത്തിൽ നമ്മൾ മറ്റൊരാളെ വിലയിരുത്തുമ്പം അവർ വിചാരിക്കണോ ഇയാൾ മറ്റൊരാളെ ജഡ്ജ് ചെയ്യുന്നുണ്ടല്ലോ എന്ന്. ആക്ച്വലി ഈ എക്സിസ്റ്റൻസ് ഇങ്ങനെയാണെന്നാണ് നമ്മൾ പറയുന്നത്. അല്ല, നമ്മൾ ആരെയും വിലയിരുത്തുന്നത് അല്ല, മറ്റൊരാൾക്ക് തോന്നുന്നുണ്ടല്ലോ അയാളെ ജഡ്ജ് ചെയ്യണമെന്ന്. അത് അയാളുടെ തോന്നലല്ല. അതെ, ആ തോന്നലിന്റെ ഭാഗം വരുന്നത്. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഷാഫിയെ പറ്റി എന്തെങ്കിലും പറയണം. ഷാഫി ചെയ്ത പ്രവൃത്തിയല്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ നിങ്ങൾ ഇന്നെ ജഡ്ജ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ എനിക്കിതിനെ പറ്റി അറിയാത്തോണ്ടല്ലേ. അല്ല, എഗെയിൻ ഷാഫി ചെയ്യുന്ന പ്രവൃത്തി എന്ത് പ്രവൃത്തിയാണ് ഷാഫി ചെയ്തത്? ഷാഫി ഒരു കറി വെച്ചു, കറി കൊള്ളത്തില്ലെന്ന് ഞാൻ പറയുന്നു. അതുകൊണ്ട് ഷാഫിനെ ജഡ്ജ് ചെയ്തായ അല്ല, ഇല്ല, എനിക്ക് കൊള്ളത്തില്ല. അത്രേ ഇത് മനസ്സിലാക്കണം. എനിക്ക് കൊള്ളത്തില്ലെന്നാണ് പറയണത് ഞാൻ. അപ്പൊ ഷാഫിക്ക് അവിടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ്? ഷാഫി ചെയ്ത പ്രവൃത്തിയിൽ സത്യസന്ധതയില്ല. അതെ, ഷാഫിയായിട്ടുള്ള ബന്ധം കറക്റ്റ് അല്ല. എനിക്ക് ഷാഫി വെച്ച കറി കൊള്ളത്തില്ല. അവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. എനിക്കത് രുചിയില്ല, എൻ്റെ നാവിന് കൊള്ളത്തില്ല, ഇതാണ് ഞാൻ പറയുന്നത്. ഷാഫി വെച്ച കറി കൊള്ളത്തില്ലെന്നായിരിക്കും ഞാൻ പറയണത്. അത് എൻ്റെ വിവരക്കേട്. പക്ഷെ അത് എൻ്റെ വിവരക്കേട്. അപ്പൊ എൻ്റെ ശ്രദ്ധയിൽ ഇവിടെ എന്താ പറയുക? ഈ കറി എനിക്ക് എൻ്റെ രുചിക്ക് ശരിയല്ല എന്ന് പറയാനുള്ള വിവേകം എനിക്ക് ഇല്ലാണ്ട് പോകും. അത് ആ തിരിച്ചറിവില്ല. അപ്പൊ നമ്മൾ ഒരാളുടെ പ്രവൃത്തി, ഇപ്പൊ അരുണൊരു കാര്യം പറഞ്ഞു, ഞാൻ കേട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ അരുൺ ആവർത്തിച്ച് പറയണം. അത്രയല്ലേ ഉള്ളൂ. അതിൻ്റെ അരുണിനെ കുറ്റം പറഞ്ഞായില്ല. എടി കേട്ടിട്ട് അരുൺ പറഞ്ഞത് ശരിയായില്ലെന്ന് പറയാനുള്ള ഒരു സാധ്യതയില്ലെന്ന്. എൻ്റെ ശരി പറയുന്നുള്ളല്ലാതെ അരുൺ പറഞ്ഞത് ശരിയായില്ല എന്ന് പറയാനായിട്ട് എനിക്ക് എങ്ങും ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. എന്നൊരു പോസിബിലിറ്റി ഇല്ല ഈ സിസ്റ്റത്തിൽ. അരുൺ പറയുന്നത് അരുണിന്റെ ഭാഗം, എനിക്കത് കേട്ടിട്ട് മനസ്സിലാകുന്നില്ല, ഞാനുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല, അത്രയേ ഉള്ളൂ. ഇപ്പം നമുക്കിവിടെ എടുക്കുമ്പോൾ നമ്മൾ അഫ്സലിനെ എടുക്കും. കാരണം നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യം ആ ചെറുക്കൻ വന്നിച്ച് എപ്പോഴും പറയും. നമ്മൾ എല്ലായ്പ്പോഴും വരുമ്പോഴും നമ്മൾ അവനിവിടെ സ്ഥലം കൊടുക്കും, മുകളിൽ കയറി വരാനും സംസാരിക്കാനും. പക്ഷെ നമ്മളുമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്നതും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഭാഗത്തോട്ടാണ് ആ ചെറുക്കം പോകേണ്ടത്. അതുകൊണ്ട് നമ്മൾ അവനെ റിമൂവ് ചെയ്യും. അതുകൊണ്ടാണ് റിമൂവ് ചെയ്യുന്നത്. ഇത് പബ്ലിക് ഈ ക്ലബ് ഹൗസിൽ മാത്രമേ ഇങ്ങനെ വരത്തുള്ളൂ. നമ്മൾ കൃത്യമായിരിക്കണം. കാരണം അവനോട് നിർത്താൻ പറഞ്ഞാൽ അവൻ നിർത്തത്തില്ല. നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അവൻ മാനിക്കത്തില്ല. അവന് കയറി വന്ന് ഇടിച്ചു കളി കയറി വർത്താനം പറയണം. അവൻ ബാക്കിയുള്ളവരെല്ലാവരും, നമുക്കത് ആവശ്യമില്ല. അങ്ങനെയുള്ളവരെ നമ്മൾ റിമൂവ് ചെയ്യും. കാരണം അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. കാരണം നമ്മൾ റൂമിട്ട് നമുക്ക് പരസ്പരം ധാരണയുണ്ടായിട്ട് ഇന്ന് സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരുമായിട്ട്, അല്ലാണ്ട് നമ്മളോട്ട് ബന്ധം ഇവിടെ രാഷ്ട്രീയം പറയാൻ ആരെങ്കിലും വന്നാൽ നമ്മൾ റിമൂവ് ചെയ്യും. എന്നുവെച്ചാൽ മതം പറയാൻ വന്ന ആൾക്കാരെ നമ്മൾ റിമൂവ് ചെയ്യും. സയൻസിൻ്റെ തെളിവുകൾ നിരത്താൻ വരുന്ന ആൾക്കാരെ റിമൂവ് ചെയ്യും. പരദൂഷണം പറയാൻ വരുന്ന ആൾക്കാരെ നമ്മൾ റിമൂവ് ചെയ്യും. ഇല്ല, ആവശ്യമില്ല നമുക്കൊന്നും. അപ്പം നമ്മളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മളെ അനുഭവിക്കുന്ന അവസ്ഥയിൽ തുടരുന്നു. അതാണ് നമ്മുടെ താല്പര്യം. അതിൽ നമ്മൾ ഓരോ ദിവസം ചെല്ലുന്തോറും മെച്ചപ്പെട്ട് വന്നുകൊണ്ടിരിക്കുക. പല അപാകതകളും നമ്മളിലുള്ളതിനെ നമ്മൾ കണ്ടെത്തി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. കാരണം നമ്മൾക്ക് നമ്മളെ തിരിച്ചറിയാനായിട്ട് അധികം കാലം ആയിട്ടില്ല. കാരണം വീട്ടുകാരും നാട്ടുകാരും ഒക്കെ വളർത്തി വെച്ചിട്ടുള്ള കുറേ ദുശീലങ്ങളുണ്ട്. എൻ്റെ കയ്യിലോട്ട് ഈ ശരീരം കിട്ടിയിട്ട് അധികം നാളുകളായിട്ടില്ല. വീട്ടുകാരും നാട്ടുകാരും ഒക്കെ അടിച്ചേൽപ്പിച്ചിട്ടുള്ള, സ്കൂളിൽ പോയി കോളേജിൽ പോയി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള, നാട്ടിൽ നിന്ന് കിട്ടി അവിടെ നിന്ന് കിട്ടി ശരിയെന്ന് പറഞ്ഞ് പല കാര്യങ്ങളും പഠിപ്പിച്ചു വെച്ചത് പല വൃത്തികേടും ശരീരത്തിലുണ്ട്. പല കോമാളിത്തരങ്ങളും. ഇതിങ്ങനെ ഓരോന്നും എടുത്ത് കണ്ടുപിടിച്ച് എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുക. വേണ്ടാത്ത കാര്യങ്ങളോടുള്ള ബന്ധം സാവകാശം തടഞ്ഞു. കാരണം തലമുറകളായിട്ട് നിലനിൽക്കുന്ന കുറേ സമ്പ്രദായങ്ങൾ ഇപ്പോൾ വൈദ്യുതി ഉപയോഗിക്കുന്നു. അത് നമ്മൾക്ക് ദോഷമായിട്ട്
നിൽക്കുന്ന ഭാഗം. വൈദ്യുതി ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരുപാട് ഇപ്പം നമ്മൾ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു. കാരണം നിവൃത്തിയില്ല മനുഷ്യരുമായിട്ട് സഹകരിക്കാൻ, വേറെ മാർഗമില്ല. മനുഷ്യരെ ഇങ്ങനെയുള്ള ഭാഗത്തെ മനുഷ്യരുമായിട്ടുള്ള ബന്ധം കിട്ടത്തുള്ളൂ. ജീവൻ അറിയാനായിട്ട് ജീവനുള്ളവരുമായിട്ട് സഹകരിക്കണ്ടേ? ജീവനുള്ളവരായിട്ട് സഹകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ജീവന്റെ അനുഭവത്തിൽ തുടരാൻ വേണ്ടിയിട്ടാണ്. അതാണ് നമ്മുടെ താല്പര്യം. ജീവന്റെ പവർ. വൈദ്യുതി ഒരു പവറാണ്. പക്ഷെ വൈദ്യുതിയുടെ പവർ കൊണ്ട് എന്തുണ്ടാകുന്നു എന്നുള്ളതല്ല നമ്മൾ നോക്കുന്നത്. ജീവന്റെ പവർ കൊണ്ട് എന്തുണ്ടാകുന്നു, അത് സാവകാശം. വൈദ്യുതി ഉപകരണങ്ങൾ പലതും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇപ്പോഴും ബാധകമാണ്. അത് ഒറ്റയടിക്കെടുത്ത് കളയാൻ പറ്റുന്നില്ല. നിവൃത്തികേട് കൊണ്ട് തന്നെ. ആ രോഗം നമ്മളിലുണ്ട്. ആ രോഗത്തെ ഒഴിവാക്കാൻ യോഗം നമ്മൾക്ക് കിട്ടിയത് തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മളിലും രോഗമുണ്ട്, കൃത്യമായിട്ട് അറിയുന്നു. വേണ്ടാത്ത കാര്യങ്ങൾക്ക് സ്ഥാനം കൊടുക്കുന്ന രോഗം തന്നെയാണ്. യോഗത്തിൽ തുടരണമെന്നുണ്ടെങ്കിൽ ഈ യോഗത്തിൽ തുടരുമ്പോൾ സാവകാശം രോഗം നമ്മളിൽ നിന്ന് വിട്ടുമാറും. ഒട്ടനവധി രോഗമുണ്ട് എനിക്ക്, പലതരത്തിലുള്ള രോഗമുണ്ട്. ഈ രോഗത്തിൽ നിന്ന് മോചനം നേടുന്നതാണ് ജീവിതം. ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കത്തില്ല. ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്ന നമ്മൾ തമ്മിലുള്ള ബന്ധം അത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളെ രോഗിയാക്കി വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ പോലും അറിയാതെ കൊച്ചു കുഞ്ഞായിരുന്നപ്പോൾ എന്നെ ക്രിസ്ത്യാനിയാക്കാൻ നോക്കി, പല വിശ്വാസ പ്രമാണങ്ങളും അടിച്ചേൽപ്പിച്ചു. കൊച്ചുകുട്ടിയുടെ ഉള്ളിലോട്ട് പലതും കുത്തുവെച്ചു. ഇതെല്ലാം ഞാൻ എൻ്റെ തിരിച്ചറിവിൻ്റെ ഭാഗത്തോട്ട് എത്തുമ്പോൾ എനിക്ക് ഞാനെന്ന് പറയുന്നത് എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാണ്ടിരിക്കുന്നു. എന്താണ് ഞാൻ, എങ്ങനെ ജീവിക്കും? കുറേ പ്രതിസന്ധികളാണ്. പല ആൾക്കാരുടെ മുമ്പിൽ പോയി ഇന്ന് വെറുതെ കൈകൂപ്പി നിൽക്കണം. അവർ പറയുന്ന ആട്ടും തുപ്പും കേൾക്കണം. അവർ തീരുമാനമെടുക്കും ഞാൻ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ കണ്ട് അടിസ്ഥാനരഹിതമായിട്ട് മതം കൊണ്ട് ഞാൻ സൗദി അറേബ്യയിൽ വെച്ചാണ് ഫോൺ ബൂത്തിൽ, പബ്ലിക് ബൂത്തിൽ ഫോൺ ചെയ്യാൻ ചെന്നപ്പോഴത്തേക്കും ഒരു സൗദി എന്ന് വെച്ചാൽ എന്നോട് ചോദിച്ചു, നീ മുസ്ലിമാണെന്ന് ചോദിച്ചു. അല്ലെന്ന് പറഞ്ഞു. ഉടനെ കോളറെ പിടിച്ച് വലിച്ചു മാറ്റിയിട്ട് പറഞ്ഞ് മുസ്ലിം വിളിച്ചിട്ട് മറ്റുള്ളവർ വിളിച്ചാൽ മതി. ഞാൻ അന്തം വിട്ടുപോയി. മനസ്സിലായി? മതത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മനുഷ്യൻ കോളറെ പിടിച്ച് വലിച്ചു മാറ്റിയാണ് ഇത്. അപ്പം ഈ മതത്തിനകത്ത് എന്ത് മൂല്യമാണുള്ളത്? മതത്തിൻ്റെ പേരിൽ കാണിക്കുന്ന വൃത്തികേടെന്നല്ലാണ്ട് എന്തെന്ന് പറയുന്നത്? എൻ്റെ ദൈവമാണ് വലുതെന്ന് പറയാൻ വേണ്ടിയിട്ട് അടിയും വഴക്കം ഉണ്ടാക്കുന്നത്. ആ മതത്തിൻ്റെ പേരിൽ അവരവരുടെ ദൈവം വലുതാണെന്ന് പറയാൻ വേണ്ടിയിട്ട് അടിയും വഴക്കം ഉണ്ടാക്കുന്നു. ഇത് എന്തിനാണ്? ഇത് എന്താണ് ഇതുകൊണ്ടുള്ള സാധ്യത എന്താണ്? അപ്പം ഇതൊക്കെ എൻ്റെ ശരീരത്തിലുള്ള അനുഭവങ്ങളിൽ നിന്ന് ഞാൻ മോചനം നേടണം. എൻ്റെ ശരീരം വൃത്തിയാക്കി എടുക്കണം. എൻ്റെ ആവശ്യം അതാണ്. എൻ്റെ ആവശ്യം എൻ്റെ ശരീരത്തെ ഇങ്ങനെയുള്ള പ്രതികൂല സാഹചര്യത്തിൽ നിന്ന് മോചിപ്പിച്ചെടുത്ത് ഫ്രീയാക്കി ആഹാരം. അതിൻ്റെ ഭാഗത്താണ് എൻ്റെ ജീവിതം. ഒരാൾ ഇതുപോലെ തന്നെ ഒരു രാഷ്ട്രീയക്കാരൻ പറഞ്ഞാണ്, എൻ്റെ ജീവിതം മാത്രം നോക്കി നടക്കണമെങ്കിൽ റോഡെ കൂടി ഒന്നും നടക്കുന്നു, ഇതൊക്കെ ഞങ്ങളുടെ കോൺട്രിബ്യൂഷനാണ്. ഒരു രാഷ്ട്രീയക്കാരൻ പറഞ്ഞ ഇതൊക്കെ ഞങ്ങളുടെ കോൺട്രിബ്യൂഷനാണ്. റോഡൊക്കെ ഇട്ട് ഞാൻ ജീവിക്കുന്ന ഭാഗത്തോട്ട് ശ്രദ്ധിക്കുമ്പോൾ സമൂഹം കോൺട്രിബ്യൂട്ട് ചെയ്താണ്. ഈ സമൂഹം ഈ റോഡ് ഇടുന്നത് ഭൂമിയിലല്ലേ? ഈ ഭൂമി രാഷ്ട്രീയക്കാരുണ്ടാക്കിയതാണ്. ഈ ഭൂമി രാഷ്ട്രീയക്കാരുണ്ടാക്കിയതുപോലെയാണ് ഇവർ പറയുന്നത്. ഈ കല്ലും ഈ റോഡിൻ്റെ മെറ്റലും താറൊക്കെ ഇവരുണ്ടാക്കിയതുപോലെ ഇവർ പറയണത്. തന്നെത്താനോട് അവകാശപ്പെടുകയാണ്. മനസ്സിലായ? തന്നെത്താനോട് ഏറ്റെടുക്കുകയാണ്. മനസ്സിലായ? അവൻ ജനിച്ചിട്ട് അധികം നാളായിട്ടില്ല. അങ്ങനെയുള്ള വിഡ്ഢിത്തരം പറയുന്ന ആൾക്കാരുടെ ഇടയിൽ എങ്ങനെ ജീവിക്കണം? എങ്ങനെ ജീവിക്കാൻ പറ്റും?
ഇതാണ് നമ്മൾ പരിശോധിച്ചോളൂ. അതെ, ഇത് നമ്മൾ പരിശോധിച്ച് അവനെ നമ്മൾ എതിർക്കാനാ, അവനോട് ശത്രുത ഉണ്ടാക്കാൻ ഒന്നും പോകുന്നില്ല. നമുക്കതിൻ്റെ ആവശ്യമില്ല. കാരണം ഒരുത്തൻ വിഡ്ഢിത്തരം പറയുന്നവൻ്റെ അടുത്ത് ഇവനുണ്ടാക്കിയാണ് റോഡ്, ഇവരുണ്ടാക്കിയ സമൂഹത്തിൻ്റെ ഭാഗത്ത് കാണുന്നതെല്ലാം ഇവരുണ്ടാക്കിയ, ഒന്നും ഇവരാരും ഉണ്ടാക്കിയതല്ല, ഇതെല്ലാം ഇവിടെ ഉള്ളതാണ്. മനുഷ്യനിവിടെ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? അവനവനുണ്ടാകാനുള്ള കാരണം എന്താണെന്ന് അറിയാൻ പറ്റാത്ത ആൾക്കാരാണ് റോഡിൻ്റെ പുറത്ത് അവകാശം പറയുന്നത്. അത് ശ്രദ്ധിക്കണേ. ഈ സ്വത്തിന് വേണ്ടിയിട്ട് തല്ലുപിടിക്കുന്നവർ, സ്വത്തിന് വേണ്ടിയിട്ട് തല്ലുപിടിക്കുന്നവർ അവനവൻ ജീവിക്കുന്ന ഭാഗം അറിയാത്തവരാ. ഞാൻ അന്തം വിട്ട് നോക്കി നിന്നിട്ടുണ്ട്. സ്വത്തിന് വേണ്ടിയിട്ട് തല്ലുപിടിക്കുന്നവർ അവരുടെ ജീവിതം പാഴാക്കുക. സ്വന്തം ജീവിതം ഏറ്റവും ലോകത്തിലെ ഏറ്റവും അമൂല്യമായിട്ടുള്ള നിധിയാണ് അവനവൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനം. അത് കളഞ്ഞിട്ട് കാൽക്കാശിന് ഗുണമില്ലാത്ത സ്വത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒന്നും മനുഷ്യരില്ല. ജീവിക്കണമെന്ന് ആഗ്രഹമില്ല. അങ്ങനെയുള്ള വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ അങ്ങനെയുള്ളൊരു ഭൂരിപക്ഷമാണ് ഇവിടെ നിൽക്കുന്നത്. അങ്ങനെയുള്ളൊരു ഭൂരിപക്ഷത്തിൻ്റെ ഇടയിൽ ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളത്തിന് സ്ഥാനം കൊടുക്കുന്നവർക്ക് അവരുമായിട്ട് സഹകരിക്കുന്നതാണ് നമ്മുടെ താല്പര്യം. അതെങ്ങനെ സംഭവിച്ചു? അതെ, അതാണ് നമ്മളുടെ ഇൻട്രസ്റ്റ്. അല്ലാതെ എങ്ങനെ സംഭവിച്ചു? ആ ഇൻട്രസ്റ്റ് എങ്ങനെ വന്നു താങ്കൾ? കാരണം എൻ്റെ ആശ്വാസം, എന്നിലെ ആശ്വാസം കണ്ടെത്തിയപ്പോൾ ആശ്വാസം എൻ്റെ ശരീരത്തിൻ്റെ ആന്തരിക പ്രവർത്തനം കൊണ്ടാണ്, അല്ലാണ്ട് ഇത് മറ്റൊരാൾ ഉണ്ടാക്കി തന്നതല്ല. അപ്പോൾ കടപ്പാട് മറ്റൊരാളോട് അല്ല, കടപ്പാട് എന്നിലാണ് എൻ്റെ ശ്രദ്ധ. കാരണം എന്നെ ഞാനായിട്ട് നിലനിർത്തുന്നതിൻ്റെ കാരണം എൻ്റെ ശരീരത്തിൻ്റെ ആന്തരിക പ്രവർത്തനമാണ്. അപ്പോൾ എൻ്റെ ശ്രദ്ധ ഉള്ളിലോട്ട് വന്നപ്പോൾ അതിൽ മനോഹരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സവിശേഷത, അത് നിരന്തരം പ്രവർത്തിക്കുന്നു. അതിൻ്റെ തുടർച്ച അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ ആഹാ കൊള്ളാം, ആരെന്തൊക്കെ പറഞ്ഞാലും അവിടെ ഒരു കോട്ടമില്ല, അത് മനോഹരമായിട്ട് പ്രവർത്തിക്കുന്നു. പക്ഷേ ഈ ശരീരത്തിൽ വേണ്ടാത്ത കുറേ കാര്യങ്ങൾ പലപ്പോഴും പല രീതിയിലും പൊന്തി വരുന്നു. പല ചിന്തകൾ, സങ്കല്പങ്ങൾ, അതൊക്കെ എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കും തോറും ഇത് ആഹാ ഭയങ്കര രസമാണ്. എൻ്റെ താല്പര്യം എൻ്റെ അനുഭവമാണ് എൻ്റെ താല്പര്യം, അല്ലെങ്കിൽ പറ്റൊന്നുമല്ല. ലേലം 60 വയസ്സെന്നാണ് പറയുന്നത്. ആ കണക്ക് ശരിയല്ലാണ്ടായിക്കോട്ടെ. പക്ഷേ ഇത്രയും നാളുകൊണ്ട് ജീവിതത്തിലോട്ട് ശ്രദ്ധിക്കുമ്പോൾ ഈ വിശ്വാസവും ഈ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എൻ്റെ ശരീരത്തിൽ എങ്ങും കാണുന്നില്ല. വിശ്വസിക്കാനുള്ള ഒരു താല്പര്യം, വിശ്വസിക്കേണ്ട ഒരാവശ്യം എങ്ങും കാണുന്നില്ല. നേരിട്ട് വ്യക്തമായിട്ട് അനുഭവിച്ച് തുടരുന്ന ഭാഗമാണ് കാണുന്നത്. എന്തിനെവിടെ വിശ്വാസം എങ്ങനെ അപ്ലൈ ചെയ്യും? വിശ്വാസം അപ്ലൈ ചെയ്യാനുള്ള യാതൊരു സാധ്യതയും ശരീരത്തിൽ കാണുന്നില്ല. എവിടെയെങ്കിലും വിശ്വാസം എന്ന് പറഞ്ഞ ഭാഗത്തിൻ്റെ എന്തെങ്കിലും ഒരു സാധ്യത കാണണ്ടേ? ദൈവം ഉണ്ടെന്ന് പറയത്തക്ക വിധത്തിൽ എന്തെങ്കിലും ഒരു കാര്യം കാണണ്ടേ? എന്തിന് ദൈവം ഉണ്ടെന്ന് പറയണം? എന്തിന് ദൈവത്തെ ആശ്രയിക്കണം? ഒരിക്കൽ പോലും എൻ്റെ മുമ്പിൽ വരാത്ത ഒരവസ്ഥ എൻ്റെ അനുഭവത്തിൽ തുടരുന്നിടത്ത് എങ്ങും ഞാൻ ദൈവത്തെ കാണുന്നില്ല. ഇനി അനുഭവമാണ് ദൈവമെങ്കിൽ ആയിക്കോട്ടെ, ജീവിതമാണ് ദൈവമെങ്കിൽ ആയിക്കോട്ടെ, എനിക്ക് എൻ്റെ തെളിച്ചം, എന്നെ വൃത്തിയായിട്ട് അനുഭവിക്കുന്ന ഭാഗം, അതല്ലാണ്ട് വേറെ എന്താ ആഗ്രഹിക്കേണ്ടത്? ഒളിച്ചിരിക്കുന്ന ഒരു ദൈവത്തിനെ കൊണ്ട് കാര്യമില്ല. അല്ല, നമുക്ക് നമ്മുടെ അനുഭവത്തിൽ വരാത്തൊരു കാര്യം നമ്മുടെ അനുഭവത്തിൽ വൃത്തിയായിട്ട് തുടരുമ്പോൾ ആശ്വാസം, അനുഭവത്തിൽ നിന്ന് മാറുമ്പോൾ അസ്വസ്ഥത, ഇത് വളരെ വ്യക്തമായിട്ട് അനുഭവത്തിൽ തെളിഞ്ഞിരിക്കുന്നൊരു കാര്യമാണ്. അനുഭവത്തിൽ തുടരുമ്പോൾ അവിടെ വിശ്വാസം എങ്ങനെ വരും? വിശ്വാസത്തിന് യാതൊരു സാധ്യതയുമില്ല. കൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന ശരീരം. ഇനി ഇത് ദൈവം സൃഷ്ടിച്ചാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ദൈവം സൃഷ്ടിച്ചിട്ട് ഇട്ടേച്ചും പോയാ, ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ സൃഷ്ടാവ് നമ്മുടെ ശരീരത്തിൻ്റെ കൂടെ കാണിക്കില്ല. കാരണം ഇപ്പോഴും സൃഷ്ടി നടക്കുന്നില്ലേ, ഇപ്പോഴും നമ്മളുടെ ശരീരത്തിൽ പ്രവർത്തനമില്ലേ. അങ്ങനെ ഉണ്ടെങ്കിൽ ഈശ്വരൻ കൂടെയില്ലേ. അവിടെ വിശ്വാസം എന്തിനാണ്? അനുഭവം പോരെ. അവിടെ അനുഭവത്തിൽ തുടങ്ങാൻ പോരെ. അത് വളരെ വ്യക്തമല്ലേ. അതിലെവിടെയാണ് ആശ്വാസമില്ലാത്തത്?